ശബരിമല യുവതീ പ്രവേശനത്തെ എതിർക്കുന്നവരുടെ വാദം സുപ്രീം കോടതിയിൽ പൂർത്തിയായി. നാളെ മുതൽ യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നവരുടെ വാദം നടക്കും. അനുകൂലിക്കുന്നവരുടെ വാദം പൂർത്തിയായ ശേഷം സർക്കാർ വാദം തുടങ്ങും. ആർ അച്യുതൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അച്യുതൻ, ഈ യുവതീ പ്രവേശനത്തെ എതിർക്കുന്നവരുടെ വാദങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഉണ്ടായത്? ഈ ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട, അതായത് യുവതി പ്രവേശനത്തിനെതിരായ പുനഃപരിശോധനാ ഹർജികളെ പിന്തുണയ്ക്കുന്നവരുടെ വാദമാണ് ഇന്ന് പൂർത്തിയായിരിക്കുന്നത്. പ്രധാനമായും ഇന്ന് സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെ കേരള ബ്രാഹ്മണ ഫെഡറേഷൻ രംഗത്ത് വരികയുണ്ടായി. പ്രധാനമായും അവർക്ക് വേണ്ടി അഭിഭാഷകൻ MR അഭിലാഷ് ചൂണ്ടിക്കാട്ടിയ കാര്യമെന്നുള്ളത്, നിലവിലുള്ള ആചാരങ്ങളെ മാറ്റാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അവകാശമില്ല. ഈശ്വര വിശ്വാസി അല്ലാത്തൊരു വ്യക്തി ദേവസ്വം മന്ത്രിയായ ശ്രീകോവിലിന് മുന്നിൽ നിന്ന് ആചാരങ്ങൾ പാലിക്കാത്തത് കോടതികൾ ഇടപെട്ട് തടയണം. ഇതിനായി മാർഗനിർദ്ദേശങ്ങൾ സുപ്രീം കോടതി പുറപ്പെടുവിക്കണം എന്നുള്ള ഒരു അഡീഷണൽ സബ്മിഷൻ എന്ന് പറയാൻ കണക്കിന് ഒരു വാദമാണ് MR അഭിലാഷ് മുൻനിർത്തിയത്. എന്തായാലും അക്കാര്യങ്ങളിൽ കോടതിയുടെ ഒരു ഇടപെടൽ വേണം എന്ന കാര്യം അറിയിച്ചു. എന്നാൽ മാത്യൂസ് നെടുമ്പാറ പറഞ്ഞത്, ശബരിമല കേസ് കാരണം പല കോടതികളിലും നിരവധി കേസുകൾ ഇങ്ങനെ തീരുമാനമാവാതെ നീളുകയാണ്. അപ്പോൾ ഈ വിഷയങ്ങളിൽ കോടതികൾ, പ്രത്യേകിച്ച് ഈ മതാചാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടപെടരുത് എന്നുള്ളൊരു വാദമാണ് മുൻനിർത്തിയത്. എന്തായാലും ദിവസങ്ങൾ നീണ്ടുന്ന വാദമായിരുന്നു. 3 ദിവസമായിരുന്നു പുനഃപരിശോധനാ ഹർജികളെ പിന്തുണയ്ക്കുന്നവർക്ക് നൽകിയതെങ്കിൽ ഇന്നിപ്പോൾ 9 ദിവസമാണ് ഈ വാദങ്ങൾ പൂർത്തിയാക്കാനായി എടുത്തത്. ഇതിൽ തന്നെ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.